ബൈബിളിൽ ഉദ്ധരണികൾ ഏറ്റവും കൂടുതലുള്ള പുസ്തകമാണ് റോമാലേഖനം. ഇന്ന് റോമാലേഖനത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളാണ് നമ്മുടെ പ്രോഗ്രാം. നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ജോളി ജയകുമാർ. വേഗത്തിൽ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: എന്താണ് യേശുവിനെക്കുറിച്ച് ശക്തിയായി നിർണയിക്കപ്പെട്ടത്? ഉത്തരം ഇതാണ്: ദൈവപുത്രൻ എന്ന്. റോമർ 1:5. അടുത്ത ചോദ്യം: ഒരു പ്രവചന ശബ്ദം ലേഖനങ്ങളിൽ മാത്രം ആവർത്തിച്ചിട്ടുണ്ട്. ഏതാണ് ശബ്ദം? ഏതൊക്കെ ലേഖനങ്ങൾ? ഉത്തരം: എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹബക്കുക്ക് 2:4, റോമർ 1:17. പുസ്തകം റോമർ, ഗലാത്യർ, എബ്രായർ. അടുത്ത ചോദ്യം: ദൈവത്തിൻ്റെ അദൃശ്യ ലക്ഷണങ്ങളിൽ 2 സ്ത്രീനാമങ്ങൾ അറിയാമോ? ഉത്തരം ഇതാണ്: നിത്യ, ദിവ്യ. നിത്യശക്തി, ദിവ്യത്വം. റോമർ 1:20. അടുത്ത ചോദ്യം: പൗലോസിൻ്റെ പ്രിയർ ആരൊക്കെയാണ്? ഉത്തരം: എപ്പൈനത്തോസ്, റോമർ 16:5, അംബ്ലിയാത്തോസ്, റോമർ 16:8, സ്താക്കു, റോമർ 16:9, പെർസിസ്, റോമർ 16:12. അടുത്ത ചോദ്യം: ഒരധ്യായം തിരിച്ചിട്ടാൽ അതിലെ വാക്യം കിട്ടും. ഏതാണ്? 12-ാം അധ്യായം തിരിച്ചിടുമ്പോൾ 21. അടുത്ത ചോദ്യം: ബൈബിളിൽ 2 പ്രാവശ്യം മാത്രം കാണുന്ന ഈ പദം ദൈവത്തിൻ്റെ പ്രത്യേകതയും ന്യായാധിപൻ്റെ സമ്മതവുമാണ്. ഏതാണ് ആ പദം? ഉത്തരം: ദീർഘക്ഷാന്തി. സദൃശ്യവാക്യം 25:15, റോമർ 2:4. അടുത്ത ചോദ്യം: തിരുവെഴുത്തിൽ 2 പേർക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. 2 കൂട്ടർക്ക് ഇത് ലഭിക്കും. ഇത് മാന്യമായി ലഭിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ റോമാലേഖനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് വേണ്ട, ആഗ്രഹിക്കുകയും അരുത്. ഉത്തരം: ശമ്പളം കിട്ടിയത് യോക്കേബേദിനും മീഖാവിനും. പുറപ്പാട് 2:9, സംഖ്യ 18:31, ന്യായാധിപന്മാർ 18:4, ലൂക്കോസ് 3:14, റോമർ 6:20. അടുത്ത ചോദ്യം: പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ പാവപ്രവൃത്തിയെ പരാമർശിച്ചിട്ടുള്ള പുസ്തകമേത്? അധ്യായമേത്? എത്ര പ്രാവശ്യം? ഉത്തരം: റോമർ 1-ാം അധ്യായത്തിൽ 21 പ്രാവശ്യം. സകല അനീതി, ദുഷ്ടത, അത്യാഗ്രഹം, ദുർബുദ്ധി, അസൂയ, കൊല, പിണക്കം, കപടം, ദുശീലം, കുരുളക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ. റോമർ 1:29, 31 വരെയുള്ള വാക്യങ്ങളിൽ. അടുത്ത ചോദ്യം: പൗലോസ് റോമാലേഖനത്തിലൂടെ എത്ര പേർക്ക് വന്ദനം ചൊല്ലാൻ പറഞ്ഞു? എത്ര പേർ ചൊല്ലി? ഉത്തരം ഇതാണ്: 27 പേരോട് വന്ദനം ചൊല്ലുവാൻ പറഞ്ഞു. 8 പേരാണ് വന്ദനം ചെയ്തത്. അടുത്ത ചോദ്യം: സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും സമാനമായി കാണപ്പെടുന്ന ഒരു പഴയ നിയമ ഉദ്ധരണി ഏതൊക്കെ പുസ്തകങ്ങളിൽ, എത്ര വീതം? ഉത്തരം: നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ലേവ്യ 19:18, പഴയ നിയമ ഉദ്ധരണി. സുവിശേഷത്തിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ് ലേഖനങ്ങളിൽ റോമർ, ഗലാത്യർ, യാക്കോബ്. അടുത്ത ചോദ്യം: വേദപുസ്തകത്തിൽ 16 അധ്യായം വരുന്ന പുസ്തകങ്ങൾ എത്ര? ഏതെല്ലാമാണ്? ഉത്തരം: 3 പുസ്തകങ്ങൾ. റോമർ, 1 കൊരിന്ത്യർ, മർക്കോസ്. അടുത്ത ചോദ്യം: എന്താണ് എല്ലാവർക്കും പരക്കെ പ്രസിദ്ധമായിട്ടുള്ളത്? ഉത്തരം: റോമാവിശ്വാസികളുടെ അനുസരണം. റോമർ 16:19. അടുത്ത ചോദ്യം: വിശ്വസിക്കുന്ന ഏവർക്കും എന്താണ്? ഉത്തരം: രക്ഷയ്ക്ക് ദൈവശക്തി. റോമർ 1:16. അടുത്ത ചോദ്യം: ദൈവത്തിൻ്റെ സത്യം എന്താക്കി തീർത്തു? ഉത്തരം: വ്യാജമാക്കി തീർത്തു. റോമർ 1:25.
അടുത്ത ചോദ്യം, വിധിക്കുന്ന മനുഷ്യനുള്ള വിധി എങ്ങനെയാണ്? ഉത്തരം, സത്യാനുസരണം. റോമർ 2:2. അടുത്ത ചോദ്യം, ദൈവത്തിൻ്റെ കോപ ദിവസത്തിൽ ചരതിച്ചു വയ്ക്കുന്നു എന്താണ്? ഉത്തരം, വിധിക്കുന്ന മനുഷ്യൻ സ്വയമായി ചെയ്യുന്ന കോപം. റോമർ 2:15. അടുത്ത ചോദ്യം, ന്യായപ്രമാണമുണ്ടായിട്ട് പാപം ചെയ്തവർക്ക് എന്ത് ഭവിക്കും? ഉത്തരം, ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. റോമർ 2:12. അടുത്ത ചോദ്യം, യഹൂദൻ ന്യായപ്രമാണ ലംഘനത്തിൽ ചെയ്യുന്നതെന്ത്? ഉത്തരം, ദൈവത്തെ അപമാനിക്കുന്നു. റോമർ 2:23. അടുത്ത ചോദ്യം, ന്യായപ്രമാണം ആചരിച്ചാൽ പ്രയോജനമുള്ളത് എന്താണ്? ഉത്തരം, പരിച്ഛേദന. 2:25. അടുത്ത ചോദ്യം, ദൈവത്താൽ പുകഴ്ച ലഭിക്കുന്നത് ആർക്കാണ്? ഉത്തരം, ആത്മാവിൽ ഹൃദയപരിച്ഛേദന ഏറ്റവർക്ക്. റോമർ 2:29. അടുത്ത ചോദ്യം, തിന്മയും നന്മയും ചെയ്യുന്ന യഹൂദനും യവനനും ലഭിക്കുന്നത് എന്തെല്ലാമാണ്? ഉത്തരം, തിന്മ പ്രവർത്തിക്കുന്നവന് കഷ്ടവും സങ്കടവും, നന്മ പ്രവർത്തിക്കുന്നവന് മഹത്വവും മാനവും സമാധാനവും യഹൂദനും യവനനും ലഭിക്കും. റോമർ 2:9, 10 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ന്യായപ്രമാണം പറയുന്നത് ആരോടാണ്? ഉത്തരം, ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരോട്. റോമർ 3:19. അടുത്ത ചോദ്യം, ന്യായപ്രമാണത്താൽ സംഭവിക്കുന്നത് എന്താണ്? ഉത്തരം, പാപത്തിൻ്റെ പരിജ്ഞാനം. റോമർ 3:20. അടുത്ത ചോദ്യം, പ്രശംസ പൊയ്പോയത് എങ്ങനെയല്ല പിന്നെ എങ്ങനെ? ഉത്തരം, കർമ്മമാർഗത്താലല്ല വിശ്വാസമാർഗത്തിൽ. 3:27. അടുത്ത ചോദ്യം, എന്തിലൊക്കെയാണ് ദൈവത്തിൻ്റെ ഐശ്വര്യം ഉള്ളത്? ഉത്തരം, ദയ, ക്ഷമ, ദീർഘക്ഷാന്തി എന്നിവയിൽ. അടുത്ത ചോദ്യം, അബ്രഹാമിന് വിശ്വാസം നീതിയാൽ കണക്കിട്ടത് എന്തിനാലാണ്? ഉത്തരം, അഗ്രചർമ്മത്തിൽ. റോമർ 4:10. അടുത്ത ചോദ്യം, ന്യായപ്രമാണം എന്തിന് ഹേതുവാകുന്നു? ഉത്തരം, കോപത്തിന്. റോമർ 4:15. അടുത്ത ചോദ്യം, അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസനീതിക്ക് മുദ്ര എന്താണ്? ഉത്തരം, പരിച്ഛേദന എന്ന അടയാളം. റോമർ 4:11. അടുത്ത ചോദ്യം, ആദം മുതൽ മോശ വരെ വാണിരുന്നത് എന്താണ്? ഉത്തരം, മരണം. 5:14. അടുത്ത ചോദ്യം, ഏകനീതിയാൽ ലഭിച്ചത് എന്താണ്? ഉത്തരം, നീതീകരണം. റോമർ 5:15. അടുത്ത ചോദ്യം, പൗലോസിന്റെ പക്കൽ കണ്ട പ്രമാണം എന്താണ്? ഉത്തരം, തിന്മ. 7:21. അടുത്ത ചോദ്യം, ദൈവത്തിൻ്റെ ദാസന്മാരായി തീർന്നതിൻ്റെ അന്തം എന്തായിരിക്കും? ഉത്തരം, നിത്യജീവൻ. റോമർ 6:22. അടുത്ത ചോദ്യം, പാപം നിർജീവമാകുന്നു എപ്പോഴാണ്? ഉത്തരം, ന്യായപ്രമാണം കൂടാതെ. 7:8. അടുത്ത ചോദ്യം, ക്രിസ്തുയേശുവിലുള്ള സ്വാതന്ത്ര്യം വരുത്തിയത് എന്തായിരുന്നു? ഉത്തരം, ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം.
8:12. അടുത്ത ചോദ്യം, നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവിനോട് സാക്ഷ്യം പറയുന്നത് ആരാണ്? ഉത്തരം, ദൈവത്തിൻ്റെ ആത്മാവ്. 8:16. അടുത്ത ചോദ്യം, നാം ഏതിനാലാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്? ഉത്തരം, പ്രത്യാശയാൽ. റോമർ 8:24. അടുത്ത ചോദ്യം, ദൈവത്തിന് മനസ്സുള്ളവരെ എന്താണ് ചെയ്യുന്നത്? ഉത്തരം, എനിക്ക് കരുണ തോന്നണമെന്നുള്ളവരോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും. 8:15. അടുത്ത ചോദ്യം, ദൈവം ദീർഘക്ഷമയോടെ സഹിച്ചത് ആരെയാണ്? ഉത്തരം, നാശയോഗ്യമായ കോപപാത്രങ്ങളെ. 9:24. അടുത്ത ചോദ്യം, ഇസ്രയേൽ ഇടറിയത് എന്തിലാണ്? ഉത്തരം, ഇടർച്ചക്കല്ലിൽ. 9:32. അടുത്ത ചോദ്യം, ന്യായപ്രമാണത്തിൻ്റെ അവസാനം എന്താണ്? ഉത്തരം, ക്രിസ്തു. 10:4. അടുത്ത ചോദ്യം, മൂഢജാതിയെ കൊണ്ട് ഇസ്രയേലിനെ വരുത്തുന്നത് എന്താണ്? ഉത്തരം, കോപം. 10:19. അടുത്ത ചോദ്യം, ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ മുഴുവനും വിശുദ്ധം എന്താണ്? ഉത്തരം, പിണ്ഡം. 11:16. അടുത്ത ചോദ്യം, ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരോടും ചെയ്തത് എന്താണ്? ഉത്തരം, എല്ലാവരെയും അനുസരണക്കേടിനാൽ അടച്ചു കളഞ്ഞു. 11:32. അടുത്ത ചോദ്യം, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി എന്തു ചെയ്യണം? ഉത്തരം, അനുഗ്രഹിക്കണം. 11:14. അടുത്ത ചോദ്യം, ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി എന്താണ്? ഉത്തരം, സ്നേഹം. 13:10. അടുത്ത ചോദ്യം, എന്ത് നിമിത്തം എന്തിനെ അഴിക്കരുത്? ഉത്തരം, ഭക്ഷണ നിമിത്തം ദൈവനിർമ്മാണത്തെ. 14:20. അടുത്ത ചോദ്യം, അവനിൽ ജാതികൾ പ്രത്യാശ വയ്ക്കെന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം, യെശയ്യാവ്. 15:12. അടുത്ത ചോദ്യം, റോമ വിശ്വാസികളുടെ അടുത്ത് പൗലോസ് എങ്ങനെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഉത്തരം, ക്രിസ്തുവിൻ്റെ അനുഗ്രഹപൂർത്തിയോടെ. 15:29. അടുത്ത ചോദ്യം, ആസ്യയിലെ ആദ്യ ഫലം എന്താണ്? ഉത്തരം, എപ്പൈനത്തോസ്. 16:5. അടുത്ത ചോദ്യം, ഒരു വിശ്വാസിയുടെ മാനസാന്തരത്തിന് നിദാനമായ ആദ്യ പടിയെ സൂചിപ്പിക്കുന്ന വാക്ക് ഈ പുസ്തകത്തിൽ എത്ര പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്? വാക്ക് ഏതാണ്? ഉത്തരം, ന്യായപ്രമാണം. 65 പ്രാവശ്യമാണ് റോമാലേഖനത്തിൽ ന്യായപ്രമാണം എന്ന വാക്ക് കാണുന്നത്. അടുത്ത ചോദ്യം, റോമർ ലേഖനത്തിൽ പഴയ നിയമ ഉദ്ധരണികൾ ഏതൊക്കെയെന്ന് നോക്കാം. ഇതിൻ്റെ ഉത്തരം ഇതാണ്: നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. റോമർ 1:17, ഹബക്കൂക്ക് 2:4. നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം. റോമർ 2:24, യെശയ്യാവ് 52:5. നിന്റെ വാക്കുകളിൽ നീ നീതീകരിക്കപ്പെടുവാൻ. റോമർ 3:4, സങ്കീർത്തനം 51:4. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. റോമർ 3:10-18, സങ്കീർത്തനം 10:7, സങ്കീർത്തനം 14:13. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. റോമർ 4:3, ഉൽപ്പത്തി 15:6. അധർമ്മം മോചിച്ചും. റോമർ 4:7-8, സങ്കീർത്തനം 32:12. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു.
റോമർ 4:17, ഉൽപ്പത്തി 17:5. നിന്റെ സന്തതി ഇങ്ങനെയാകും. റോമർ 4:18, ഉൽപ്പത്തി 15:5. നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു അറുപ്പാനുള്ള. റോമർ 8:36, സങ്കീർത്തനം 44:22. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി. റോമർ 9:7, ഉൽപ്പത്തി 21:2. ഈ സമയത്തേക്ക് ഞാൻ വരും, അപ്പോൾ സാറയ്ക്ക്. റോമർ 9:9, ഉൽപ്പത്തി 18:10. മൂത്തവൻ ഇളയവനെ സേവിക്കും. റോമർ 9:12, ഉൽപ്പത്തി 25:23. ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു. റോമർ 9:13, മലാക്കി 1:23. എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ. റോമർ 9:15, പുറപ്പാട് 33:19. ഇതിനായിട്ട് തന്നെ ഞാൻ നിർണയം നിർത്തിയിരിക്കുന്നു. റോമർ 9:17, പുറപ്പാട് 9:16. എൻ്റെ ജനമല്ലാത്തവരെ എൻ്റെ ജനമെന്നും. റോമർ 9:25-26, ഹോശേയ 2:23. ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടും. റോമർ 9:27, യെശയ്യാവ് 10:22. സൈന്യങ്ങളുടെ കർത്താവ് നമുക്ക് സന്തതിയെ ശേഷിപ്പിച്ചില്ലെങ്കിൽ നാം സോദോമെ പോലെ ആകുമായിരുന്നു, ഗോമോറയ്ക്ക് സദൃശ്യമാകുമായിരുന്നു. യെശയ്യാവ് മുമ്പൂട്ടി പറഞ്ഞിരിക്കുന്നുവല്ലോ. റോമർ 9:29, യെശയ്യാവ് 1:9. ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയും വയ്ക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. റോമർ 9:33, യെശയ്യാവ് 28:16. ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും എന്ന് മോശ എഴുതിയിരിക്കുന്നുവല്ലോ. റോമർ 10:5, ലേവ്യർ 18:5. വിശ്വാസത്താലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു: ക്രിസ്തുവിനെ ഇറക്കണം എന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നോ. റോമർ 10:6-7, ആവർത്തനം 30:12-13. വചനം നിനക്ക് സമീപമായി. റോമർ 10:8, ആവർത്തനം 30:14. അവനിൽ വിശ്വസിക്കുന്നവൻ. റോമർ 10:11, യെശയ്യാവ് 28:16. കർത്താവിൻ്റെ നാമത്തെ. റോമർ 10:13, യോവേൽ 2:32. നന്മ സുശേഷിക്കുന്നവരുടെ കാലെത്ര മനോഹരം. റോമർ 10:15, യെശയ്യാവ് 52:7. കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത്. റോമർ 10:16, യെശയ്യാവ് 53:1. എന്നാൽ അവർ കേട്ടിട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. കേട്ടിരിക്കുന്നു നിശ്ചയം. റോമർ 10:18, സങ്കീർത്തനം 19:4. ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും, മൂഢജാതികളെ കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കും. റോമർ 10:19, ആവർത്തനം 32:21. എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി. റോമർ 10:20, യെശയ്യാവ് 65:1. അനുസരിക്കാത്തതും മറുത്തു പറയുന്നതുമായ ജനത്തിങ്കലേക്ക് ഞാൻ ഇടപെടാതെ കൈനീട്ടി. റോമർ 10:21, യെശയ്യാവ് 65:2. കർത്താവേ, അവർ നിന്റെ പ്രവാചകന്മാരെ കൊന്നു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. റോമർ 11:3, 1 രാജാക്കന്മാർ 19:10. ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു. റോമർ 11:4, 1 രാജാക്കന്മാർ 19:18. ദൈവം അവർക്ക് ഇന്ന് വരെ. റോമർ 11:8, ആവർത്തനം 29:3. അവരുടെ മേശ അവർക്ക് കെണിയും കുടുക്കും ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ. റോമർ 11:9-10, സങ്കീർത്തനം 69:22-23. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. റോമർ 11:26-27, സങ്കീർത്തനം 14:7, യെശയ്യാവ് 59:20. വ്യഭിചാരം ചെയ്യരുത്. റോമർ 13:9, പുറപ്പാട് 20:13-17. കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കാം. റോമർ 13:9, ലേവ്യ 19:18. എന്നാണ് എൻ്റെ മുൻപിൽ എല്ലാ മുഴങ്കാലും. റോമർ 14:11, യെശയ്യാവ് 45:23. നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എൻ്റെ മേൽ വീണു. റോമർ 15:3, സങ്കീർത്തനം 69:9. അതുകൊണ്ട് ഞാൻ ജാതികളുടെ ഇടയിൽ നിന്നെ വാഴ്ത്തി നിന്റെ നാമത്തിന് സ്തുതി പാടും. റോമർ 15:10, സങ്കീർത്തനം 18:49. ജാതികളെ അവൻ്റെ ജനത്തോട് ഒന്നിച്ച് ആനന്ദിപ്പിൻ. റോമർ 15:11, ആവർത്തനം 32:1.
43. സകല ജാതികളുമായുള്ളവരെ കർത്താവിനെ സ്തുതിപ്പിൻ. റോമർ 15:11. സങ്കീർത്തനം 117:1. ഇശ്ശായിയുടെ വേരും ജാതികളെ ഭരിപ്പാൻ എഴുന്നേൽക്കുന്നവനായവൻ ഉണ്ടാകും, അവനിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും. റോമർ 15:12. യെശയ്യാവ് 11:10. അവനെക്കുറിച്ച് അറിവ് കിട്ടിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും. റോമർ 15:21. യെശയ്യാവ് 52:15. ഇപ്പോൾ ഈ ഉദ്ധരണിയിൽ പറഞ്ഞ വാക്യങ്ങളൊന്നും പൂർണ്ണമല്ല. വീഡിയോ ഉണ്ടാക്കുവാനുള്ള എളുപ്പത്തിൽ വാക്യങ്ങളുടെ കുറച്ച് ഭാഗങ്ങളെ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ ആ റെഫറൻസ് നോക്കി പൂർണ്ണമായി വാക്യങ്ങൾ കണ്ടുപിടിച്ച് പഠിക്കുക. ദൈവവചന പഠനത്തിനായിട്ട് ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്.